ഹലോ ഹായ് നമസ്കാരം. അന്വേസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാദ്യാഘോഷത്തോടു കൂടിയും കല്യാണ തിരക്കുകൾക്ക് ശേഷം അങ്ങനെയുള്ള നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല നിമിഷങ്ങൾക്ക് ശേഷം ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക്. അതായത് നമ്മൾ തിരിച്ച് നമ്മൾ നോർമൽ ലൈഫ് ആസ് യൂഷ്വൽ ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോകുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ നട്ടപ്പാതിരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതെന്ന്. അതായത് ഇപ്പം സമയം രാവിലെ 3 മണിയാണ്. അപ്പോൾ തിരിച്ച് നമ്മളുടെ കല്യാണ വിശേഷങ്ങൾക്കൊക്കെ ഒടുവിൽ ഇതാ തിരിച്ച് ഇനി പോവുകയാണ് നമ്മളെ നോർമൽ ലൈഫിലേക്ക്. അങ്ങനെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സങ്കടത്തോടു കൂടിയാണ് യാത്രയാക്കുന്നത്. ബട്ട് ഒരാൾ കുറച്ച് സന്തോഷത്തിലാണ്, കാരണം അയാൾ 2 ദിവസം കഴിഞ്ഞാൽ ചെന്നൈയിലെത്തുന്ന ആളാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ കൂടെ ഒരാൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മിസ്സിങ് ആയിട്ടും കാണാം. അതാരാന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടുമുള്ള കെട്ടിപ്പേടികളും ഉമ്മോടുപ്പും അങ്ങനെ ബായ് പറയാമല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. തപ്പിപ്പോവാണ്. കാരണം സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നറിയുന്നില്ല, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാക്ക് ടു അവർ നോർമൽ ലൈഫ്, ചെന്നൈ ലൈഫ്. റോഡ് ട്രിപ്പാണ്. നമ്മൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 3:15 അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുക കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഓക്കെ ബൈ. കൂട്ടിക്കോ. അയ്യോ ബേബി ശരിയൊന്നുമില്ല ബേബി. മമ്മി പോട്ടെ. മമ്മി പോയിട്ട് എല്ലാരോടും അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് ഇത് കണ്ണൂർ ടു ചെന്നൈ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഒരു 10 to 15 hours ജേണി തന്നെ ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക്. അതും ബൈ റോഡാണ്. നമ്മൾ നടുക്ക് നിർത്തിയിട്ടൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പൊൽച്ചക്ക് തന്നെ ഇറങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊൽച്ചക്ക് ഇറങ്ങിയാലേ ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു സന്ധ്യ കഴിയുമ്പോൾ അങ്ങ് എത്തുള്ളൂ. ട്രാഫിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടുപോകും, രാത്രിയാവും. അപ്പം നമ്മൾ പോകുമ്പോൾ എപ്പോഴും മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പിലോട്ട് കേട്ടോ പോകാറ്. കണ്ണൂർ മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് തൊഴുതിട്ടാണ് അവിടെ നിന്ന് പോകാറ്. അപ്പം അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും പോകുമ്പോൾ ഭഗവാനെ ഒന്ന് കണ്ട് തൊഴുത് യാത്ര പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അതൊരു ആശ്വാസവും അനുഗ്രഹവും ഒരു സമാധാനവും ഒക്കെയാണെന്ന് പറയാം. ഇനി അടുത്ത ട്രിപ്പിൽ കാണാമെന്ന്, അതായത് അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ യാത്ര തുടങ്ങാറ്. അപ്പോൾ ഇതാണ് കണ്ണൂർ മുനീശ്വരൻ കോവിൽ. അപ്പോൾ ഭഗവാനോട് പറഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ ട്രിപ്പിലുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ചുരമൊക്കെ കയറി കൂർഗ് എത്തുമ്പോഴേക്ക് ഇതാ നമ്മളെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ബൈ ദ വേ അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ കൂർഗ് വഴിയാട്ടോ വരാറ്. എപ്പോഴും കൂർഗ് വഴി ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടാണ്, അതായത് ബാംഗ്ലൂർ ഹൈവേ ടച്ച് ചെയ്തിട്ടാണ് ചെന്നൈയിലേക്ക് വരാറ്. ബാംഗ്ലൂർ ഇന്ന് കയറാറില്ല, ബട്ട് ബോർഡർ വഴിയാണ് വരാറ്. അവൾ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ക്ലൈമാറ്റ്, ആ ഒരു സീനറി കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെയറായിട്ട് ഇതേപോലെ ട്രാവലിംഗ് ടൈം മാത്രമേ ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റാറുള്ളൂ എന്ന് മാത്രം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഫോറസ്റ്റ് കിടക്കുമ്പോൾ ആനിമൽസിനെ കാണാം കേട്ടോ. എന്ന് വെച്ചാൽ പുലീനെ കാണാൻ പറ്റുന്നതല്ല കേട്ടോ. മാന്യോ മൊയലിനെയോ അതുപോലെ കുരങ്ങന്മാര അല്ലെങ്കിൽ പീക്കോക്കിനെ അങ്ങനെ കാണാൻ പറ്റും. കാരണം പുലർച്ചെ ടൈം ആകുമ്പോൾ എല്ലാവരും ആ റോഡ് സൈഡായിട്ട് ഉണ്ടാകാറുണ്ട് അധികവും. പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പം തന്നെ കണ്ടു. നോക്കിയിട്ട് എത്ര പടം മാന്, എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും കുറേ മാനുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഭയങ്കര സ്ലോ ആക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ലോ ആക്കിയിട്ട് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പാടില്ല സ്ട്രിക്റ്റ് ഓർഡർ നമുക്ക് അവിടെ ഫോറസ്റ്റ് കയറുമ്പം തന്നെ അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വണ്ടി സ്ലോ ആക്കിയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോവാറ്. അവൾ തന്നെ ആയതുകൊണ്ട് നല്ല കോട മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ ഫീലായിരുന്നു കേട്ടോ. എനിക്ക് റോഡ് ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു
പീസ്ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക ഇഷ്ടമുള്ളൊരു മൂമെൻറ്റ്. ഈ മോർണിംഗ് സൺറൈസിങ് ടൈമും അതുപോലെ ഈ കോടമഞ്ഞൊക്കെ ഉള്ള ഒരു മൂമെൻറ്റ് വേറെ തന്നെ സ്പെഷ്യലായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻലി എനിക്ക് റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ള കൂട്ടത്തിലും കൂടെ കേട്ടോ. ട്രാവലിംഗ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ ഒരു മൂമെൻറ്റ്സ് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുവാണെങ്കിലും സൺറൈസൊക്കെ കാണാൻ പറ്റുന്നതാണെങ്കിലും കുറച്ചും കൂടി സ്പെഷ്യൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഏർലി മോർണിംഗ് നിങ്ങൾ ഇതേപോലെ ഫോറസ്റ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും മാനുകളെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 1-2 മാനിനെ കണ്ടാലും ഭാഗ്യം എന്ന് വേണ്ടിയൊക്കെ പറയാം. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇത്രപാട് മാനുകളെ കാണാൻ പറ്റിയത് ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറെ ലെവൽ വൈബായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കാരണം നല്ല കോട മഞ്ഞുണ്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള വാഹനങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള മഞ്ഞാണ് ഉണ്ടായത്. പക്ഷെ എനിക്കത് വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ മാത്രം ക്ലിയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടോയെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നുണ്ടായത്. കാരണം അത്രയ്ക്ക് മഞ്ഞാണ് ഉള്ളത്. വീഡിയോയിൽ ഈ ഒരു പാട്ട് ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്യാണ്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടോ എത്ര ആ ഒരു ഫീല് നിങ്ങൾക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്യാണ്ട് ഇട്ടത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബ്യൂട്ടിഫുൾ ക്ലൈമറ്റും സൺറൈസും ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീച്ചു കേട്ടോ. നന്നായിട്ട് ഉറങ്ങി. കാരണം എനിക്ക് ട്രാവലിങ്ങിൽ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം ഇറങ്ങി എണീച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തണം. അപ്പോൾ അതെവിടെയാണ് നിർത്തുക എന്നുള്ളത് ഓൺ ദ വേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഒക്കെ ഒരു മിസ്സിങ്ങാണ് ഉള്ളത്. കാരണം ഇത്രയും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് ആ ഒരു മെമ്മറീസ് ആയിരുന്നു കേട്ടോ ഈ ട്രാവലിംഗ് ടൈം മൊത്തം മൈൻഡിലും. ആ ഒരു സ്മൈലി ഫേസസും ആ കല്യാണ മൂമെൻറ്റ്സും ആ ഹൽദി ആയാലും എന്താ പറയുക ഗുലാബി, നമ്മുടെ മെഹന്തി, അമ്പലത്തിൽ പോക്ക്, അങ്ങനെയുള്ള കുറേ നല്ല മെമ്മറീസൊക്കെയാണ് മൊത്തത്തിൽ മൈൻഡിലുള്ളത് കേട്ടോ. അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ റൂട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻലി നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ കഴിക്കാറ്. ഇപ്പം സത്യം പറഞ്ഞാൽ വിശന്ന് തുടങ്ങി. അപ്പോൾ കയ്യിൽ കുറച്ച് സ്നാക്സ്, വെള്ളം, അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഒന്നും അല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയാണ് നിർത്താമെന്ന് ഇങ്ങനെ ആലോചിക്കുക. നമ്മൾ പൊതുവേ KFCയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. ചിരിക്കണ്ട, ഞെട്ടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ ഹൈവേ റൂട്ടിലല്ല, ബാംഗ്ലൂർ ബോർഡറിൽ കയറിയപ്പാട് അവിടെ തന്നെ ഒരു KFC ഉണ്ട്. രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന KFC കേട്ടോ. അവിടെ എപ്പോൾ നമ്മൾ അവിടെ എത്തുന്ന ടൈം 8:30 ആയിരിക്കും. അപ്പോൾ അത് ഓപ്പണിലായിരിക്കും. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ KFCയിൽ നിന്ന് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതാണ് കേട്ടോ കഴിക്കാറ്.
പ്രധാന കാരണം ട്രാവലിംഗ് ടൈമുള്ള ടേസ്റ്റേഴ്സ് വ്യത്യാസമാണല്ലോ ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാ ഫുഡൊന്നും നമുക്ക് ഇഷ്ടാവില്ല, പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് നമ്മളെ ഫ്ലേവേഴ്സിനോടാണല്ലോ താല്പര്യം. അപ്പോൾ ഇന്ന് നമ്മൾ KFCൻ്റെ അടുക്ക് എത്തിയപ്പോൾ KFC തുറന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് നമ്മൾ കയറിയത്. തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഏതാ ഹോട്ടലിൽ നിന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, A to Bയിലാണ് കയറിയിട്ടുള്ളത്. അതായത് അടയാർ ആനന്ദ ഭവൻ. ഇത് പ്യോർ വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി മതി, കാരണം എനിക്ക് ഓയിൽ ഫുഡ്സ് ഒന്നും രാവിലെ തന്നെ സെറ്റാകില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് KFCയിൽ എങ്ങനെയാണ്? KFCയിൽ ഞാൻ ബർഗറാണ് കഴിക്കാറ്, കാരണം അവിടെ അങ്ങനെ ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇഡ്ഡലി കഴിക്കാൻ പോകുവാണ്. അപ്പം നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ബില്ലൊക്കെ സെറ്റിലായതിനു ശേഷം വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന്. നമ്മൾ ഈ റോഡ് ട്രിപ്പൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ വാഷ്റൂംസൊക്കെ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കാൻ കയറുമ്പോഴാണ്. അല്ലെങ്കിൽ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക പെട്രോൾ പമ്പ്സിലാണ് കേട്ടോ. അങ്ങനെ ഇതാ വണ്ടിയിൽ കയറി നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മൾ റോഡ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ പറയാൻ പറഞ്ഞു, അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഈ അടയാർ ആനന്ദഭവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ KFCയും. ആ ഒരു ലൈനിൽ 2-3 റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജ് താല്പര്യമുണ്ടെങ്കിൽ വെജിൽ കയറാം, നോൺ വെജ് താല്പര്യമുണ്ടെങ്കിൽ നോൺ വെജിൽ കയറാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷം ഞാൻ വഴിയേ പറഞ്ഞുതരാം. പോകുമ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ചോക്ലേറ്റ്സ് തിന്നുന്നുണ്ട്, ബബിൾ ഗം ചവക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്താ പറയുക, വർത്തമാനം പറയാണ്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കും എനിക്ക് വായൊക്കെ ഡ്രൈ ആവും ട്രാവലിംഗ് ടൈം. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ഒരു പ്രശ്നം? എനിക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു പല്ലേക്കാത്ത ഫീലൊക്കെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ടൈം ബബിൾ ഗം എടുത്തിട്ട് വെറുതെ ചോയ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അതെൻ്റെ ഒരു കുഴപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ബബിൾ ഗം ചവച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോസിലായാലും ഫോട്ടോസിലായാലും എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ ബബിൾ ഗം ചവച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് എൻ്റെ മടിയിൽ ഒരു ചെറിയ ആൾ വന്നിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടി ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നടുക്ക് നമ്മൾ ഡാൻസും കൂടി കളിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം പരിപാടിയാണ് ഈ റോഡ് ട്രിപ്പിൽ ഒരു നല്ല അടിപൊളി ഹിറ്റ് സോങ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് ആക്ച്വലി ആ പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നത്, അതുകൊണ്ടാണ് ചേട്ടാ ആഡ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. തന്നെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു കേട്ടോ സമയം. അപ്പം മുതൽ, അതായത് ഒരു 1:30 മുതലേ നമ്മളൊരു ഹോട്ടൽസിനൊക്കെ നോക്കിയായിരുന്നു നല്ലത് ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഒന്നും കണ്ടുമില്ല, ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തിയെന്നാണ് കേട്ടോ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ചെന്നൈ എത്തി. പക്ഷേ വീടെത്തിയില്ല. വീടെത്താൻ വേണ്ടി ഇനിയും ഒരുപാട് പോകാനുണ്ട് കേട്ടോ. എത്തി നമ്മൾ. ഇനി നമ്മളെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 8:30-9 മണിക്ക് കഴിച്ചതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ലഞ്ച് ഈവനിങ് ആയിട്ട് കഴിച്ചു കളയാം. അപ്പം നമ്മളിവിടെ ഒരു മെക്ഡിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. മെക്ഡിയിൽ കയറിയിട്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ കൗണ്ടർ അല്ലായിരുന്നു, അതിന് പകരം ഡിജിറ്റൽ ഓർഡറിങ് ആയിരുന്നു ഉണ്ടായത്. അപ്പം നമ്മൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടുന്നതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിതാ സീറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഓർഡറിന് വേണ്ടിയിട്ട്. കൗണ്ടറിനെക്കാട്ടി സ്പീഡിൽ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ടായത്. പക്ഷേ ഓർഡർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിലധികം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അരമണിക്കൂറിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അൺസൈക്കബിളാണ്. പ്രത്യേകിച്ച് മക്കളെയും കൊണ്ട് അൺടൈമിങ്ങുമായി ഭക്ഷണം കഴിക്കാണ്ട് വിശന്ന് തളർന്നിട്ടിരിക്കുമ്പോൾ ഒരവസ്ഥയുണ്ടല്ലോ, അയ്യോ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഐറ്റംസ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒരു ചോക്ലേറ്റ് കോൾഡ് കോഫിയും അതിൻ്റെ കൂടെ എനിക്ക് ബർഗർ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കിഡ്സ് മീലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ ഫ്രൈസ്, ചിക്കൻ ഫ്രൈസ് ഉണ്ടല്ലോ, അതിനെന്തോ പേര് പറയായിരുന്നു, അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു, ചീസ് ഫ്രൈസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മളെ മെനുവിൽ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം.
ഇതാ യുദ്ധം കഴിഞ്ഞ പോർക്കളം പോലെ നമ്മളിതാ കഴിച്ചു തീർത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മക്കൾക്ക് രണ്ടാൾക്കും കൂടി 2 മിൽക്ക് ഷേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമായിരുന്നു 2 പേർക്കും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് എടുത്തത് കേട്ടോ. നമ്മൾ ബെഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി വിഷയം വഴി പറയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാറിലേക്ക് കയറുകയാണ്. ഇനി നേരെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഈ ട്രാവൽ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമാണോ എന്ന് പറയണേ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ വീഡിയോസ് കാണാനും ട്രാവൽ ചെയ്യാനും ഒക്കെ. ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തിരിച്ചെത്തുമ്പോൾ രാത്രിയാകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ചെന്നൈയിൽ മാത്രമാണ് ഞാൻ ഈ കാഴ്ചകൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളത്. എന്താണെന്നറിയോ, രാത്രിയാകുമ്പോൾ ഒരു 8 മണി 9 മണി 10 മണിക്കൊക്കെ ശേഷമാകുമ്പോൾ, അല്ലെങ്കിൽ 8 മണി 10 മണിയൊന്നും ആകണ്ട, ഒരു 8 മണിക്ക് ശേഷമാകുമ്പം തന്നെ പശുക്കളൊക്കെ ഉണ്ടാവും റോഡിൽ വന്നിട്ട് കിടന്നിട്ട്. എത്ര ഓണടിച്ചാലും അവർ പോവേയില്ല. നമ്മൾ ലാസ്റ്റ് ഓണടിച്ച് അവർക്ക് തോന്നിയാൽ മാത്രം അവർ എന്ത് ചെയ്യും, മാറിത്തരും നമുക്കൊന്ന്, നിങ്ങൾ വേണ്ടിക്ക് ഈ സൈഡിലോട്ട് പോടുകയെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കാണുക. നമുക്കിവിടെ തിരിച്ചു വരുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മളെ റോഡ് എത്തി കേട്ടോ. അതായത് നമ്മളെ വീടെത്താനായി. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് സ്മോൾ ട്രാവൽ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ KG എത്തിയിട്ടുണ്ട്, എൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വരുമ്പം തന്നെ എന്തൊക്കെയോ ഇവൻ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും ഇപ്രാവശ്യം എത്താൻ ലേറ്റ് ആയിട്ടില്ല, നേരത്തെ തന്നെ എത്തിന്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇവൻറ്റിൽ പങ്കെടുക്കാനും പറ്റി. വളരെ ടയേർഡായിരുന്നു, എന്നാലും അവരെല്ലാം വിളിച്ചുകൊണ്ട് ഒരു റൗണ്ട് ഒന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.